ഇന്ന് പുറത്തു വന്ന IPL അപ്ഡേറ്റ്സ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് ചെന്നൈ സൂപ്പർ കിങ്സുമായി ബന്ധപ്പെട്ടതാണ്. കഴിഞ്ഞ 2 മാച്ചും ചെന്നൈ കളി തോറ്റു. അതുകൊണ്ട് CSK ആരാധകർ നിരാശയിലായിരുന്നു. ആദ്യത്തെ 2 കളി ചെന്നൈ നന്നായി കളിച്ചതാണ്. എന്നാൽ പിന്നീട് ചെന്നൈ ഡൗൺ ആയി. ഇപ്പോൾ ഇതാ CSK ആരാധകർക്ക് സന്തോഷ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. CSK ടീമിലേക്ക് പുതിയൊരു ബൗളർ എത്തിയിരിക്കുകയാണ്. അത് മറ്റാരുമല്ല, മുസ്തഫിസ് റഹ്മാനാണ്. താരം ഇപ്പോൾ ബംഗ്ലാദേശിൽ നിന്ന് CSK ക്യാമ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. നാളത്തെ കൊൽക്കത്ത CSK മാച്ചിൽ മുസ്തഫിസ് റഹ്മാൻ കളിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. താരം വന്നാൽ CSKയുടെ ബോളിംഗ് സ്ട്രോങ് ആകും. അടുത്തൊരു അപ്ഡേറ്റ് ഹാർദിക് പാണ്ഡ്യയുമായി ബന്ധപ്പെട്ടതാണ്. ഇന്നത്തെ മാച്ചിൽ മുംബൈ ഇന്ത്യൻസ് മികച്ച കളിയാണ് കാഴ്ചവെച്ചത്. ഡൽഹിയെ അടിച്ചോടിച്ച് മുംബൈ കളി ജയിച്ചു. പക്ഷേ ഇന്ന് പാണ്ഡ്യ ബൗൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പാണ്ഡ്യയ്ക്ക് എന്താണ് പ്രശ്നമെന്ന് ആരാധകരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ ഇതിൻ്റെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. പാണ്ഡ്യയ്ക്ക് കൈക്ക് പരിക്കാണ്. അതുകൊണ്ട് പാണ്ഡ്യ ചിലപ്പോൾ അടുത്ത മാച്ചിൽ കളിച്ചേക്കില്ല. താരത്തിന് റെസ്റ്റ് ആവശ്യമാണ്. പാണ്ഡ്യ കളിച്ചില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും പുതിയൊരു ക്യാപ്റ്റനായിരിക്കും മുംബൈക്ക്. അത് മറ്റാരുമല്ല, രോഹിത് ശർമ്മയായിരിക്കും. പാണ്ഡ്യയ്ക്ക് പൂർണ്ണ ഫിറ്റായാൽ മാത്രമേ അടുത്ത മാച്ചിൽ കളിക്കാൻ സാധിക്കൂ. താരത്തിൻ്റെ കൈക്ക് പരിക്കുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് രാജസ്ഥാൻ ടീമിനെ സംബന്ധിക്കുന്നതാണ്. ഇന്നലെ RCBക്കെതിരെ രാജസ്ഥാൻ മികച്ച വിജയമാണ് സ്വന്തമാക്കിയത്. IPLൽ അടുപ്പിച്ച് 4ാമത്തെ വിജയമാണ് രാജസ്ഥാൻ നേടിയത്. ഇപ്പോൾ ഇതാ വിജയത്തിന് പിന്നാലെ രാജസ്ഥാന് തിരിച്ചടിയാണ് നേരിട്ടിരിക്കുന്നത്. അവരുടെ സൂപ്പർ ബൗളർ സന്ദീപ് ശർമ്മ അടുത്ത മാച്ചിലും കളിക്കില്ലെന്നാണ് റിപ്പോർട്ട്. സന്ദീപിന് പരിക്കാണ്. താരം ഇപ്പോൾ ഫിറ്റ്നസ്സിലേക്ക് തിരിച്ചെത്തിയിട്ടില്ല. അടുത്ത മാച്ചിലെങ്കിലും സന്ദീപിന് കളിക്കാൻ സാധിക്കുമെന്നായിരുന്നു കരുതിയത്. എന്നാൽ ഇപ്പോൾ താരത്തിൻ്റെ ഫിറ്റ്നസ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. അടുത്ത മാച്ചിലും സന്ദീപ് കളിച്ചേക്കില്ല. അപ്പോൾ ഈ IPLൽ ഏത് ടീമായിരിക്കും കപ്പ് നേടുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.